24th January, shift 1, question number 25. The last question. X and Y are the number of electrons involved respectively during the oxidation of I minus to I2 and S2 minus to S by acidified potassium dichromate. The value of X plus Y. Value of X plus Y is. അപ്പോൾ എക്സും വൈയും ഈ രണ്ട് ഓക്സിഡേഷൻ റിയാക്ഷനുകളിലുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണ്. സോ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് Cr2O7 2- ആദ്യം ആരെ നമ്മൾ എടുക്കുന്നത്? അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റെഡി അല്ലേ? എന്നിട്ടോ ക്രോമിയം 3+ ആയിട്ടും അയഡിൻ ആയിട്ടും മാറും. H+ ഉണ്ട്, അസിഡിക് മീഡിയമാണ്. കാരണം അതിനെ ബാലൻസ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാനത് എഴുതാത്താണ്. 2 ഡൈക്രോമേറ്റ് ഇൻ വിത്ത് സൾഫൈഡ് ഇൻ അസിഡിക് മീഡിയം. ഡൈക്രോമേറ്റ് Cr3+ ആയി മാറും, സൾഫൈഡ് സൾഫർ ആയി മാറും. റെഡി അല്ലേ? ഓക്കെ. സോ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് +6 നിന്ന് +3 oxidation number decreases by 3 for 1 chromium. Since there are 2 chromiums, oxidation number decreases by 6. Oxidation number -1 നിന്ന് 0 so oxidation number increases by 1. അല്ലേ? ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആകണമെങ്കിൽ *6 ചെയ്താൽ മതി. അപ്പൊ 6I-. അപ്പൊ കറക്റ്റാ. അപ്പൊ എത്ര ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആയി ഇവിടെ നടന്നേ? 6 ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടന്നു. അപ്പൊ X = 6 എന്ന് കിട്ടി. ഇവിടെ നിന്ന് X = 6 എന്ന് കിട്ടി. 6 ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണ് നടന്നത്. The next case, the same way, +6 നിന്ന് +3 so oxidation number is decreases by 6. -2 നിന്ന് 0 oxidation number is increases by 2. 6ഉം 2ഉം ഈക്വൽ ആകണമെങ്കിൽ *3 ചെയ്യണം. അപ്പൊ 3 സൾഫൈഡ് ഇനഫ്. അപ്പൊ രണ്ടിലും 6 ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആയി. സോ Y ഈസ് ആൾസോ ഈക്വൽ ടു 6. അപ്പൊ X plus Y എന്ന് പറയുന്നത് 6 + 6 ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി 12. കംപ്ലീറ്റ് ബാലൻസിങ് ഞാൻ എഴുതാത്ത അതിന്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇത്രയും മതി നമ്മുടെ ആൻസറിലേക്ക് വരാൻ. ഫോർ ദ റൈറ്റ് ആൻസർ ഇസ് 12. നിങ്ങളുടെ ആൻസർ 12 ആണ്. ഇത് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള സബ് ടോപ്പിക്കിൽ നിന്നാണ്.